പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ED റെയ്ഡ് നടത്തി, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതിനെതിരായിട്ട് അതിൽ പ്രതിഷേധിച്ച് CPM-കാർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ കുത്തിയിരിപ്പ് നടത്തി. എന്നിട്ട് അവർ ED-ക്കാരെ തല്ലി, കടന്നാക്രമിച്ചു. അതിൻ്റെ പേരിൽ 13 പേര് അറസ്റ്റിലായി. നേരത്തെ ഇവിടെ കൗൺസിലറായിരുന്ന IP ബിനു, അദ്ദേഹം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അദ്ദേഹം ഓടിച്ചെന്ന് പോലീസിന് കീഴടങ്ങിയത് എങ്ങനെയാണ്? നേരത്തെ ഫേസ്ബുക്കിൽ കുറിച്ചു, ഞാനിതാ കീഴടങ്ങാൻ പോവുകയാണ്. അതിനുശേഷമായിരുന്നു ആ സൽകൃത്യം അദ്ദേഹം നിർവഹിച്ചത്. ED-ക്കെതിരായിട്ട് CPM-ൻ്റെ അക്രമി സംഘം നടത്തിയത് ആക്രമണമല്ലെന്നാണ് നമ്മുടെ സ്വരാജ് സഖാവ് പറയുന്നത്. ഇത് വല്ലതും അക്രമമാണോ? CPM-ൻ്റെ അക്രമം എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല, ഇതിനൊക്കെ അപ്പുറത്താണ്. നമ്മൾ 3 ദിവസം മുമ്പൊരു അനുഭവം ഓർമ്മിപ്പിച്ചായിരുന്നു. അതായത് കണ്ണൂരിൽ മട്ടന്നൂരിൽ ചേവാശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് 1969 അന്തക്കാലത്ത് ട്രാൻസ്പോർട്ട് സമരവുമായി ബന്ധപ്പെട്ട് ഒരു ട്രാൻസ്പോർട്ട് ബസ് തടഞ്ഞു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് 4 പേരെ കൊന്ന കഥ. അതൊക്കെയാണ് അവരുടെ ഒരു അക്രമ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ EP ജയരാജ സാഹബ് എന്താ പറഞ്ഞത്? ക്ഷുഭിതരായിട്ട് നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലേക്ക്. എന്തുകൊണ്ടാണ് ക്ഷുഭിതരായത്? നമ്മുടെ കാരണഭൂതരായ പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തി. ആ മഹാ കുറ്റകൃത്യം ചെയ്ത ED-ക്കാർ അവർ പരിശോധനയും റെയ്ഡും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആൾക്കൂട്ടത്തിനിടയിലൂടെ, ഏതാൾക്കൂട്ടം? ക്ഷുഭിതരായിട്ട് നിൽക്കുന്ന ആൾക്കൂട്ടത്തിനിടയിലൂടെ തിരിച്ചു പോകാൻ ഒരുങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെട്ട ഏറ്റവും വലിയ ഘോര കുറ്റകൃത്യം. അപ്പോൾ പിന്നെ തല്ലാതിരിക്കാൻ പറ്റുമോ? ആക്രമിക്കാതിരിക്കാൻ ഇതെന്താ ഗാന്ധി സംഘം മറ്റോ ആണോ? ED-യിൽ ആര് വന്നാലും പിണറായി വിജയൻ്റെ രോമത്തെ തൊടുകയെന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധക സംഘം, ഫാൻസ് ക്ലബ്ബ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ED എന്തിനാണ് വന്നത്? ആരുടെയും രോമം പറിക്കാനൊന്നും വന്നതല്ല, പിണറായിയുടെ എന്നല്ല, ആരുടെയും രോമം പറിക്കാൻ വന്നതല്ല. പിണറായിയുടെ മകൾ വീണ തൈക്കണ്ടി CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് ചെയ്തു കൊടുക്കാത്ത സേവനത്തിൻ്റെ പേരിൽ, അതായത് കൈക്കൂലി എന്ന് പറയാം, മാസപ്പടി 5 ലക്ഷം രൂപ വീതം നേരിട്ടും അവരുടെ കമ്പനിയായ എക്സാലോജിക്ക് വഴി 3 ലക്ഷം രൂപയും പ്രതിമാസം വാങ്ങിച്ചു കൊണ്ടിരുന്നത് സംബന്ധിച്ച അന്വേഷണത്തിന് വന്നതാണ്. കാരണം ഇങ്ങനെയൊക്കെ വീരവാദം മുഴക്കുന്നുണ്ടെങ്കിലും CPM-ൻ്റെ നേതാക്കൾക്കിടയിൽ, പിണറായി അടക്കമുള്ള നേതാക്കൾക്ക്, അണികൾക്ക്, പ്രവർത്തകർക്ക്, ജില്ലാ കമ്മിറ്റിക്ക്, ഏരിയ കമ്മിറ്റിക്ക്, ലോക്കൽ കമ്മിറ്റിക്ക്, ഇവർക്കെല്ലാം അസാരം പേടി പിടിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം വന്നത് ED-യാണ്, വെറുതെ വന്നതല്ല, സാമ്പത്തിക കുറ്റം അന്വേഷിക്കാൻ വന്നതാണ്. അത് സംബന്ധിച്ച കുറ്റപത്രം SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസ്, അവർ കൊടുത്ത റിപ്പോർട്ട് കോടതിയിൽ, അല്ലെങ്കിൽ കുറ്റപത്രം കോടതിയിലുണ്ട്. അതിൻ്റെ കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി വന്നതാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് സംബന്ധിച്ച് അസാരം പേടിയുണ്ട്. അസാരമല്ല, നല്ലതുപോലെ തന്നെ പേടിയുണ്ട്. പിണറായി വിജയനെ പോലെ സർവശക്തനായ ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് ED കടന്നു ചെല്ലുവന്ന്, നേരെ വന്ന് വാതിലിൽ മുട്ടുവന്ന്, വെളുപ്പാങ്കാലത്ത്, ഒരു തണുത്ത വെളുപ്പാങ്കാലത്ത് ED അങ്ങനെ ചെയ്യുമെന്ന് ഇവരാരും കരുതിയിരുന്നതല്ല. പക്ഷേ അതാണ് സംഭവിച്ചത്. ED നേരെ വന്നു, വീടിനുള്ളിൽ കയറി, അവിടെ പരിശോധന നടത്തി, കിട്ടാവുന്ന തെളിവുകളും രേഖകളും ശേഖരിച്ചു, വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്തു. ഇതൊക്കെ ഇന്നലെ വരെ സർവശക്തനായിരുന്ന, എല്ലാറ്റിനും കാരണഭൂതനായിരുന്ന പിണറായി വിജയൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ വേറെ വഴി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് ED സംഘത്തെ CPM-ൻ്റെ അക്രമി സംഘം ആക്രമിച്ചത്. നേതാക്കന്മാർ പറഞ്ഞു വിട്ടതാ, ആക്രമിച്ചോളാൻ മൗനാനുവാദം കൊടുത്തിട്ട് ചെയ്തതാ. അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ട്, എല്ലാറ്റിൻ്റെയും ദൃശ്യങ്ങളുണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് അവർ തിരുവനന്തപുരത്തെ പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിയത്. ആക്രമിച്ചു എന്നുള്ളതൊക്കെ ശരിയാ, അവരുടെ കാറ് തല്ലി പൊട്ടിച്ചു, കണ്ണാടിച്ചില്ല് പൊട്ടിച്ച് അതിനിടയിലൂടെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു ഡ്രൈവറുടെ കണ്ണിന് പരിക്കുപറ്റി. അയാൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ച് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതുകൊണ്ടാണ് ഈ ED സംഘം സത്യം പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത്. പക്ഷേ അതുകൊണ്ടെന്താ, ED ആ കേസ് അങ്ങ് ഡ്രോപ്പ് ചെയ്തോ? എന്നാൽ അതങ്ങ് മതിയാക്കാമെന്ന് തീരുമാനിച്ചോ? ഇല്ലല്ലോ.
അവരെന്താ ഇപ്പം നിശ്ചയിച്ചിരിക്കുന്നത്? കേസ് കൂടുതൽ ഊർജിതമായിട്ട് വേഗത്തിൽ അന്വേഷിക്കാനാ. ഒരടി കിട്ടുമ്പോൾ ആർക്കാണേലും വാശി കൂടും. ഈടിയുടെ കാര്യത്തിലും അത് തന്നെയാണ് നടന്നത്. അവരെ കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. അവർക്ക് കിട്ടിയ തെളിവുകൾ അതിവേഗം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശശിധരൻ കർത്തയുടെ വീട്ടിൽ നിന്നൊരു ലാപ്ടോപ്പ് കിട്ടിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും വിവരം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ വീട്ടിൽ നിന്ന് ചില ബാങ്ക് അക്കൗണ്ടുകൾ, അതിൻ്റെ രേഖകൾ ED എടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതൊക്കെ അവർ വളരെ വേഗത്തിൽ അതിൻ്റെ ഫോറൻസിക് പരിശോധനയും മറ്റും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ കൂടുതൽ ചോദ്യം ചെയ്യും. അതിലൊരാൾ വീണ തൈക്കണ്ടി ആയിരിക്കും. അപ്പോഴീ CPM-ൻ്റെ അക്രമി സംഘം അതിനെ തടയാൻ വരുമോ? ED വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യാൻ സമൻസ് അയച്ച് വിളിപ്പിക്കുമ്പോൾ EDയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ, വീണ തൈക്കണ്ടി ചെല്ലുമ്പോൾ അവർക്ക് അകമ്പടിയായിട്ട് ഈ CPM വാനരപ്പട ഉണ്ടാകുമോ? വീണ തൈക്കണ്ടി ഓഫീസിൽ കയറുന്നത് തടഞ്ഞ് അവർ അന്വേഷണത്തിൻ്റെ വഴി മുടക്കുമോ? എന്താണ് CPM-കാർ കരുതുന്നത്? ഇതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. ഈ കേസിലെ അന്വേഷണം കൂടുതൽ ഊർജിതമായിട്ട് നടക്കാൻ പോവുകയാണ്. ഇതിലാരെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. ആരെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഇതുവരെ കിട്ടിയ ഒരു പരിഗണനയും ലഭിക്കാൻ പോകുന്നില്ല. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾ, ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ്, അങ്ങനെ ചില പരിഗണനകളെ കിട്ടിയിട്ടുണ്ട് പലയിടത്തൊന്നും. അതൊന്നും ഇനി ലഭിക്കാൻ പോകുന്നില്ല. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ED വെറുതെ അങ്ങ് വന്നതല്ല ഒരു ദിവസം രാവിലെ. ഇത് ഇൻകം ടാക്സിൻ്റെ ഇൻ്ററിയം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു റിപ്പോർട്ടിനെ തുടർന്നാണ് ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം ഉണ്ടായത്. ED അന്വേഷിച്ചു. SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ കാര്യം വ്യക്തമാണ്. വളരെ ഗുരുതരമായ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ്. അവരന്വേഷിച്ചു. EDയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞത് 1.72 കോടി രൂപ CMRൽ നിന്ന് ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് CMRലും വീണ തൈക്കണ്ടിയുടെ എക്സാലോജിക്കും തമ്മിൽ ഒരു കരാറുണ്ടാക്കിയിരുന്നു, ചില IT സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല, ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. ഒരു സേവനവും നൽകാതെ 1.72 കോടി രൂപ വീണ തൈക്കണ്ടി പറ്റി. SFIO എന്താ പറയുന്നത്? 1.72 അല്ല, 2.7 കോടി രൂപ അവർ കൈപ്പറ്റിയിരിക്കുന്നു. അത് ഈ CMRലിൻ്റെ ഒരു സഹോദര സ്ഥാപനത്തിൽ നിന്ന്, എംപവർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ഇടപാട് സ്ഥാപനത്തിൽ നിന്ന് പണം പറ്റിയതുൾപ്പെടെ 2.7 കോടി രൂപ. അതാണ് SFIയുടെ കുറ്റപത്രത്തിലുള്ളത്. SFIO ഹൈക്കോടതിയിൽ കുറ്റപത്രം നൽകിക്കഴിഞ്ഞു. അതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്ന വഴിവിട്ട നടപടികൾ, അല്ലെങ്കിൽ കൃത്രിമങ്ങൾ, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ഒന്നൊന്നായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഹൈക്കോടതികളുടെ മുമ്പിലുണ്ട്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ ഡൽഹി ഹൈക്കോടതി ഒരു സ്റ്റേ കൊടുത്തതുകൊണ്ട് അത് സംബന്ധിച്ച തുടരന്വേഷണം അല്ലെങ്കിൽ തുടർ നടപടികൾ നടക്കാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് കോടതിയുടെ മുമ്പിലുണ്ട്. അത് CPM-ൻ്റെ നേതാക്കൾക്കറിയാം. കഴിഞ്ഞ ദിവസം പിണറായിയുടെ വീടിന് മുമ്പിൽ ഈ അക്രമാസക്തരായ ആൾക്കൂട്ടത്തിന് നേതൃത്വം കൊടുത്ത CPM നേതാക്കൾക്കതറിയാം. എന്തിന് താഴേക്കടിയിലുള്ള നേതാക്കൾക്കറിയാം, പ്രവർത്തകർക്കറിയാം. വായനയും വിവരമുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നന്നായിട്ടറിയാം. കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഈ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. മാസപ്പടി വാങ്ങിയിരിക്കുന്നു. സർക്കാരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങൾക്കുള്ള പ്രതിഫലമായി, മറുപടിയായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരിക്കുന്നു, പണം വാങ്ങിയിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങൾക്കതറിയാം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFൻ്റെ സീറ്റിൻ്റെ എണ്ണം വെറും 35 കുറഞ്ഞു പോയത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് CPM പ്രവർത്തകരെ, ആ പാർട്ടിയുടെ നേതാക്കളെ EDക്കെതിരായിട്ട് തിരിച്ചുവിടുന്നത്, അവരെ ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത്, പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? 13 പേരിപ്പം അറസ്റ്റിലായിരിക്കുക. നമ്മുടെ IP ബിനു അടക്കം, ഓടിച്ചെന്ന് കീഴടങ്ങിയ ബിനു അടക്കം 13 പേരിപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. കൂടുതൽ പേര് കുടുങ്ങും കേട്ടോ. ഒരെണ്ണത്തിനെ കേരള പോലീസ് വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. കാരണം അവർക്കിതൊരു നാണക്കേടായിപ്പോയി. കാരണം അവരുടെ കൺമുമ്പിൽ വെച്ച് ഒരു കേന്ദ്ര
ഏജൻസിയിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുന്നത് കേരള പോലീസിന് അത്ര ഭൂഷണമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവർ ഈ കേസ് അന്വേഷണം വളരെ ഊർജിതമായിട്ട് കൊണ്ടുപോകും. ഒരെണ്ണത്തിനെ വിടുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. കോഴിക്കോട്ട് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ഗതാഗത തടസ്സമുണ്ടാക്കിയവിടെ ഒരു കേസെടുത്തിരിക്കുക. ജില്ലാ സെക്രട്ടറി വരെ ഉണ്ടെന്നുള്ളത് മറക്കണ്ട. ഇതൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് സംഭവിച്ചത്? പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ സംരക്ഷിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളത് MP ഗോവിന്ദൻ മാഷുടെയും ഡൽഹിയിലിരിക്കുന്ന ബേബി സഖാവിൻ്റെയൊക്കെ ബാധ്യതയായിട്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഒരു നേതാവിൻ്റെ മകൾ നടത്തിയ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് തെരുവിലിറങ്ങി പ്രതിഷേധ പ്രകടനം നടത്തുക, അറസ്റ്റിലാവുക, അങ്ങനൊരു അനുഭവം, അങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതും ആ അപമാനവും ബേബി സഖാവിന് സഹിക്കേണ്ടി വന്നു. പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്ന നടപടിയല്ല, പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ മകൾ നടത്തിയ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം അല്ലെങ്കിൽ റെയ്ഡ് നടത്തിയതിൻ്റെ പേരിൽ. എത്ര അപമാനകരമായ ഒരു സാഹചര്യമാണ് ബേബി സഖാവേ. മാത്യു കുഴൽനാടൻ ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ കൈകൾ വിരിച്ചുകൊണ്ട് നമ്മുടെ പിണറായി പറഞ്ഞതാ, എൻ്റെ ഈ 2 കൈകളും ശുദ്ധമാണെന്ന്. പക്ഷേ വീണ തൈക്കണ്ടി ഇതുവരെ പരസ്യമായിട്ടൊരു പ്രതികരണം നടത്തിയതായിട്ട് ഓർമ്മയിലില്ല, അങ്ങനെ ഉണ്ടായതായിട്ട് അറിയില്ല. പക്ഷേ SFIOയുടെ കുറ്റപത്രത്തിൽ മൊഴിയിലുണ്ട്, കൃത്യമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിൽ സത്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുതന്നെ ഈ CMRL കിട്ടാവുന്ന എല്ലാ വഴികളും ഉപയോഗിച്ച് ഈ അന്വേഷണത്തെ തടയുന്നതിന് ഡൽഹിയിൽ, ബാംഗ്ലൂരിൽ, കൊച്ചിയിൽ ഹൈക്കോടതികളിൽ കേസ് നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേ മാറ്റിയത് കൊണ്ടാണ്, അത് വെക്കേറ്റ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇവിടെ റെയ്ഡ് നടന്നത്. ഇവരാരും തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് കുറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനാണ് ഈ അന്വേഷണം ഇതുപോലെ തടസ്സപ്പെടുത്തുന്നത്? എന്തിനാണ് CPM പ്രവർത്തകരെ രംഗത്തിറക്കി EDയുടെ ഒരു റെയ്ഡ് തടസ്സപ്പെടുത്തുന്നത്? അവർ റെയ്ഡ് നടത്തിയതല്ലാതെ, തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ശേഖരിച്ചതല്ലാതെ മറ്റൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിന് അവരെ അധികാരപ്പെടുത്തുന്ന രേഖകളുമായിട്ടാണ് അവർ വന്നത്. എന്തിനാണ് അതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നത് എന്നത് കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മടിയിൽ കനവില്ലാത്തത് കൊണ്ട് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മുടെ പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ EDയുടെ റെയ്ഡ് നടന്ന ദിവസം മനസ്സിലായി മടിയിൽ നല്ല കനമുണ്ടെന്ന്. അതുകൊണ്ടാണ് EDയെ കാണുമ്പോൾ മുട്ടിടിക്കുന്നത് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് പാർട്ടി പ്രവർത്തകരെ രംഗത്തിറക്കി EDയെ നേരിടാൻ, കായികമായി നേരിടാൻ അവർ പാർട്ടി തയ്യാറായത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു സംശയം വേറെയാണ് കേട്ടോ. VD സതീശൻ സർക്കാർ അധികാരം ഏറിയിട്ടേ ഉള്ളൂ, 1-2 ആഴ്ച, അതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. ആ ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന് രാവിലെയാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയത്. അത്രയ്ക്ക് ശിശുവാണ് ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ അക്രമങ്ങളിലേക്ക് കടക്കാനാണോ CPM തീരുമാനിച്ചിരിക്കുന്നത്? നേരത്തെ നമ്മൾ ചെയ്തൊരു വീഡിയോയിൽ അത് പറഞ്ഞതാ. 1969 അനുഭവം. അന്ന് സപ്തകക്ഷി സർക്കാർ തകർന്നു. EMSൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ട്, ആരും ഒരിക്കലും കരുതാത്ത രീതിയിൽ അച്യുതമേനോൻ ഡൽഹിയിൽ നിന്ന് കൊച്ചി വഴി തിരുവനന്തപുരത്ത് വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആരും പ്രതീക്ഷിച്ചതല്ല. മണ്ടയ്ക്ക് അടി കിട്ടിയതുപോലെയാണ് അന്ന് CPMന് തോന്നിയത്. അക്കാലത്ത് EM ശങ്കരൻ നമ്പൂതിരിപ്പാടും AK ഗോപാലിനും ഒരു പ്രസ്താവന നടത്തി. വെടിവെക്കാതെയും ലാത്തിച്ചാർജ് നടത്താതെയും ഒരു ദിവസം പോലും ഈ സംസ്ഥാനം ഭരിക്കാൻ അച്യുതമേനോൻ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ പറഞ്ഞ ചാവശ്ശേരിയിലെ KSRTC ബസ് തീവച്ച് 4 പേരെ കൊന്ന സംഭവവും മറ്റും ഉണ്ടായത്. അന്ന് തുടരെ ലാത്തിച്ചാർജുകൾ, വെടിവെപ്പുകൾ, അക്രമ സംഭവങ്ങൾ കുട്ടനാട്ടിൽ, മറ്റ് പ്രദേശങ്ങളിൽ അവരെ പറഞ്ഞതുപോലെ സർക്കാരിനെ മര്യാദയ്ക്ക് ഭരിക്കാൻ പോലും അനുവദിക്കാതെ അവർ തുടർ സമരങ്ങൾ നടത്തി. പക്ഷേ അത് 1969 ആയിരുന്നു. ഇപ്പോൾ 2026 പഴയതുപോലെയല്ല കേരളത്തിലെ ജനങ്ങൾ. നിങ്ങൾ പറയുമ്പോഴേ നിങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങി അടി വാങ്ങാൻ, ജയിലിൽ പോവാൻ, ജീവിതം നശിപ്പിക്കാൻ
തയ്യാറാവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. 2026 1969 വ്യത്യസ്തമാണ്. അത് മറക്കരുത് പിണറായിയും സംഘവും.